54 ദിവസം ഉള്ളിൽ തീ തിന്നു കഴിഞ്ഞ 54 ദിവസം. ഇപ്പോഴും ഓർക്കുമ്പോൾ ഒരു ഉൾക്കിടിലമാണ് ഇസ്രായേലി ഫ്രഞ്ച് ടാറ്റു കലാകാരി മിയ സ്കീമിന്. ഈ ദിവസങ്ങളിൽ എല്ലാം മിയയെ ഒരു ഇരുട്ടുമുറിയിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. കാവലിന് ഒരു പുരുഷനും. അയാൾ തന്നെ ബലാത്സംഗം ചെയ്യാതിരുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂവെന്നാണ് ചാനൽ 18 നൽകിയ അഭിമുഖത്തിൽ അവർ പറയുന്നത്. അയാളുടെ ഭാര്യ കുട്ടികൾക്കൊപ്പം മുറിക്ക് പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അയാൾ എന്നെ ബലാത്സംഗം ചെയ്യാതിരുന്നത്. ഞാനും അയാളും ഒരേ മുറിയിലാണ് കഴിയുന്നതെന്ന കാര്യം അയാളുടെ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല, മിയ പറഞ്ഞു. ഇരുട്ടുമുറിയിൽ അടച്ചു തന്നെ നിരന്തരം നിരീക്ഷിച്ചിരുന്നു. അയാളും കുടുംബവും പലപ്പോഴും മിയയെ പട്ടിണിക്കിടുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഏത് നിമിഷവും താൻ കൊല്ലപ്പെട്ടേക്കുമെന്ന് അവൾ ഭയന്നിരുന്നു. ഇരുട്ടുമുറിയിൽ അടച്ചിട്ടിരുന്ന എന്നെ ആരോടും സംസാരിക്കാൻ അനുവദിച്ചില്ല. ആരെയും കാണാനോ കേൾക്കാനോ കഴിഞ്ഞില്ല, മിയ പറഞ്ഞു. തന്നെ ബന്ദിയാക്കിയ ഭീകരൻ കണ്ണുകൾ കൊണ്ട് ബലാത്സംഗം ചെയ്യുകയാണെന്ന് തോന്നിപ്പോയി. ഒരു ഘട്ടത്തിൽ താൻ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നില്ലെന്ന് വരെ അയാൾ പറഞ്ഞു. അവിടെ ഒരു ഭീകരൻ 24 മണിക്കൂറും നിങ്ങളെ കണ്ണുകൊണ്ട് മാനഭംഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെടാം, പിന്നെ കൊല്ലപ്പെടുമെന്ന ഭയം. ഞാൻ ആകെ പരിഭ്രാന്തയിലായിരുന്നു, മിയ പറഞ്ഞു. എന്തായാലും ആ സ്ത്രീ തന്നെ വെറുത്തിരുന്നുവെങ്കിലും അവരുടെ സാന്നിധ്യം തനിക്ക് ആപത്ത് വരുത്തില്ലെന്ന തോന്നലുണ്ടാക്കിയെന്ന് ഫ്രഞ്ച് ടാറ്റു കലാകാരി പറഞ്ഞു. ഒക്ടോബർ 7 ദക്ഷിണ ഇസ്രയേലിലെ മ്യൂസിക് ഫെസ്റ്റിവലിൽ നിന്നാണ് മിയയെ തട്ടിക്കൊണ്ടുപോയത്. ഗസയിൽ ഹമാസുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ വീട്ടിലാണ് മിയയെ പാർപ്പിച്ചിരുന്നത്. ബന്ദികളെ നന്നായാണ് ഹമാസ് കൈകാര്യം ചെയ്യുന്നതെന്ന് ലോകത്തെ അറിയിക്കാൻ പുറത്തുവിട്ട വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടതും മിയയായിരുന്നു. ചാനൽ 20 ന്യൂസിന് നൽകിയ മറ്റൊരു അഭിമുഖത്തിൽ മിയ പറഞ്ഞത് ഒരു മൃഗത്തോടെന്ന പോലെയാണ് ഹമാസ് തന്നോട് പെരുമാറിയതെന്നാണ്. ഇടക്കാല വെടിനിർത്തലിന്റെ സമയത്താണ് മിയയെ മോചിപ്പിച്ചത്. മോചനത്തിന് ശേഷം ഇൻസ്റ്റയിൽ പുതിയ ടാറ്റു ധരിച്ച് ഞങ്ങൾ ഇനിയും നൃത്തം ചവിട്ടും എന്ന തന്റേടത്തോടെയുള്ള സന്ദേശവും പോസ്റ്റ് ചെയ്തിരുന്നു. ഹമാസ് ഭീകരർ നിരവധി ആളുകളെയാണ് ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കി വെച്ചിരുന്നത്. അവരെ കുറെ പേരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇസ്രായേലിന്റെ നിരന്തരമായ ഇടപെടലിൽ കുറെ പേരെ തന്നെ ബന്ദികളാക്കപ്പെട്ടവരെ ഇവർ അയച്ചിരുന്നു. അതേസമയം ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൽ 100,000-ലധികം പേർ മരണപ്പെട്ടു കഴിഞ്ഞു. അതേസമയം തന്നെ നിരവധി ആളുകൾക്കാണ് അവരുടെ കുടുംബത്തെ നഷ്ടപ്പെട്ട് വേദനയിൽ ആഴ്ന്നിരിക്കുന്നത്. മറ്റു പല രാജ്യങ്ങളും ഇത്തരത്തിൽ ഒരു സമാധാന ഉടമ്പടിക്ക് വേണ്ടി ശ്രമിച്ചെങ്കിലും ഇസ്രായേലും ഹമാസും വിട്ടുകൊടുക്കാത്ത ഒരു രംഗം വരെ ഉണ്ടായിരുന്നു. അതേസമയം ഇസ്രായേൽ പിടിച്ചുകൊണ്ടുപോയവരെ വിട്ടയക്കണമെന്ന ആവശ്യവുമായി ഹമാസും രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഒരിക്കലും ഹമാസിനെ മുച്ചൂട് മുടിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഇസ്രായേലും.